നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാട്. അണ്ണാഡിഎംകെ NDA സഖ്യത്തിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗർകോവിലെത്തും. 3 മണിക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കും. എടപ്പാടി പളനിസ്വാമി, കെ അണ്ണാമലൈ, നയനാർ നാഗേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടാകും. അശ്വിൻ ഡിയാഗോ നാഗർകോവിലിൽ നിന്ന് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അശ്വിൻ, എത്രത്തോളം വലിയ തയ്യാറെടുപ്പുകളുണ്ട്? തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. അതിന് ചിറകു പകരാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. തീർച്ചയായും ഞാനുള്ളത് കന്യാകുമാരി ജില്ലയിലാണ്. ഇവിടെ നാഗർകോവിലിലെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനാണ് നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനും BJPക്കും ഒരുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നാഗർകോവിൽ എന്നുള്ളത്. മാത്രമല്ല, കന്യാകുമാരി ജില്ലയിലാകെ BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും നല്ല ഒരു കരുത്തുള്ള ശക്തിയുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടെ 3 ഇടങ്ങളിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത്, 2 ഇടങ്ങളിൽ BJPയും ഉണ്ട്. അങ്ങനെ ഈ ഒരു സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് ഷോയിലാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഇവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. കൃത്യം 3 മണിയോടുകൂടി തന്നെ ഈ കാണുന്ന 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ പ്രധാനമന്ത്രി റോഡ് ഷോയുടെ ഭാഗമാകും. തുറന്ന ജീപ്പിലായിരിക്കും പ്രധാനമന്ത്രി റോഡ് ഷോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ വിടുന്നുണ്ട്, പക്ഷേ 2 മണിയോടുകൂടി തന്നെ ഇവിടെ വാഹനങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കും എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് SPGയുടെ അടക്കം ഈ സുരക്ഷാ പരിശോധനകൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ 3 മണിയോടുകൂടിയാണ് വെപ്പമൂട് ജംഗ്ഷൻ മുതൽ കാമരാജ് പ്രതിമയിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. ക്ലോക്ക് ടവർ, ശിവ പ്രതിമ, അണ്ണാ പ്രതിമ എന്നിവയുടെ കടന്നുപോകുന്ന പ്രകടനം 1 കിലോമീറ്റർ പിന്നീട് പ്രതിമയ്ക്ക് മുന്നിലാണ് ഈ റോഡ് ഷോ അവസാനിക്കുന്നത്. മുൻപും പ്രധാനമന്ത്രി വലിയ തയ്യാറെടുപ്പുകളുമായി BJP നേതൃത്വം. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.